എടാ നവാസേ, എടാ മാർത്തടത്തുള്ള മേശരിയേ കഴിഞ്ഞ മാസം എടാ ഒരു 3 ശനിയും ഞായറും അവധിയായിരുന്നേടാ. എടാ അങ്ങനെ പെണ്ണുപിള്ളക്ക് അസുഖം എന്ന് പറയണം ഇവിടെ കൊണ്ടുപോയില്ലേ, പാറച്ചാല കൊണ്ടുപോയില്ലേ? ആ പിന്നെ അങ്ങനെ ഒരു ദിവസം അവധി എടുത്തില്ലടാ. ആ അപ്പം അങ്ങനെ ആകെ 23 ദിവസം, അങ്ങനെ പറഞ്ഞ് 25 ദിവസം വന്നെന്ന്. നീ നോക്കാതെന്ത് അങ്ങനെ കൊടുക്കുക? ഇല്ല ആ അങ്ങനെ വന്ന ദിവസത്തിന് പൈസ കൊടുക്കും, കൂലി കൊടുക്കും കേട്ടാ. ആ ശരി, ഓക്കെ. ആ ശരി. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അല്ല എനിക്ക് പുറത്തു പോകാനുള്ള പെർമിഷന്റെ കാര്യം. അല്ല എനിക്ക് പുറത്തു പോകാനായിട്ടേ ഒന്ന് പുറത്തു പോകണമായിരുന്നു. നവാസിന്റെ കാര്യം കൊണ്ട് ആകെ കണക്കിടെ കൂടി കുറഞ്ഞ് കിടക്കുകയാണ്. എന്നെ പുറത്തു പോകാൻ പെർമിഷൻ. അച്ഛൻ എന്താ ഇങ്ങനെ? അച്ഛൻ എന്നോട് മാത്രം ഇത്ര പാർഷ്യാലിറ്റി കാണിക്കണേ? അച്ഛൻ എനിക്ക് തന്നൂടെ പെർമിഷൻ പുറത്തു പോകാനായിട്ട്? ബാലു വന്നാ, ഞാൻ നിങ്ങൾ വരണത് നോക്കിക്കായിരുന്നു. അല്ല, മാവേലിക്കരയിൽ കുഞ്ഞമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞമ്മയുടെ മോളുടെ കല്യാണം അടുത്ത ഞായറാഴ്ച. അപ്പൊ എനിക്ക് പോകാൻ പെർമിഷൻ തരുമോ? അല്ല ഈ കല്യാണം പെട്ടെന്ന് എങ്ങനെ പൊട്ടി മുളച്ചത്? അല്ല ഇത് പെട്ടെന്നല്ല, നേരത്തെ പറഞ്ഞതാ, ഞാനിത് വിട്ടുപോയി. ഇപ്പൊ വിളിച്ച് ഓർപ്പിച്ചപ്പോഴാണ് ഞാനത് ഓർക്കണത്. പോയിക്കോട്ടെ? എനിക്ക് അമ്മയുടെ കൂടെ പോകാൻ അനുവാദം വേണം. പോയിക്കോട്ടെ? എന്റെ പെർമിഷന്റെ കാര്യം. അച്ഛാ നാളെ ഇല്ലേ എനിക്കൊരു പുതിയ കോഴ്സ് ചെയ്യാൻ വേണ്ടിട്ട് പാലാരിവട്ടം വരെ ഒന്ന് പോകണം. എനിക്ക് അനുവാദം തരുമോ? അമ്മ പറഞ്ഞില്ലായിരുന്നോ അച്ഛൻ്റെ അടുത്ത്? കൊച്ചെ, എനിക്ക് കല്യാണത്തിന് പോകാനുള്ള പെർമിഷൻ മേടിക്കും, നിനക്ക് അവിടെ പാലാരിവട്ടത്ത് പോകാനുള്ള പെർമിഷൻ മേടിക്കും. പറ അമ്മ. ഒന്നും മിണ്ടായിരിക്കൂ. അച്ഛോയ്, ട്യൂഷൻ സെന്ററിലുള്ള ഒരു കുട്ടി എന്നെ ആ കുട്ടിയുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് നാളെ. അപ്പൊ എങ്ങനെയാ, ഞാൻ പോണാതാ? നീ പോണ്ട അച്ഛാ. പിന്നെ എന്താടാ എല്ലാം കൂടെ പ്ലാൻ ചെയ്ത്? എന്താ കാണിക്കുന്നത്? എല്ലാം കൂടെ പ്ലാൻ ചെയ്താണ് ഇങ്ങോട്ട് പറഞ്ഞത് അനുവാദം ചോദിക്കാൻ വേണ്ടി. നമ്പർ കാണിക്കല്ലേടാ എൻ്റെ അടുത്ത്. ആ ബാലു, ഇതിപ്പോ കല്യാണത്തിന് പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, എല്ലാവർക്കും എവിടെയൊക്കെ പോണെന്ന് ഒരു വെള്ള പേപ്പർ എഴുതാ കേട്ടാ. ലച്ചു എഴുതി കൊടുക്ക് പേപ്പറിൽ. അവിടെ ഞാൻ ചുമ്മാ പറഞ്ഞേ കൂടുതൽ കളിക്കല്ലേട്ടാ. ഒരു സ്റ്റാമ്പോട് ഒത്തിരി മുദ്ര പേപ്പറിൽ എഴുതി ഒരു സ്റ്റാമ്പോട് ഒത്തിരി. ഇല്ല, വൈകുന്നേരം എനിക്ക് ജംഗ്ഷനിൽ പോണം. ഈവനിങ് ജംഗ്ഷൻ. നാളെ പാലാരിവട്ടം. അമ്മയ്ക്ക് എവിടേക്കാ പോണമേ? എനിക്ക് മറ്റന്നാള് സുഷ്മയുടെ വീട്ടിൽ അച്ചാറെടുക്കാൻ പോണം. പിന്നെ അടുത്ത ഞായറാഴ്ച കുഞ്ഞമ്മയുടെ മോളുടെ കല്യാണത്തിന് പോണം. ഓക്കെ, കുഞ്ഞമ്മയുടെ മോളുടെ കല്യാണം. നിനക്ക് എവിടെയാണ് പോണ്ടേ? എനിക്ക് ട്യൂഷൻ സെന്ററിൽ പോണം. എനിക്കും നിനക്ക് പെർമിഷൻ തന്നാ? അടിയന്തരത്തിന് എന്താ പടിയാ അനുവാദം വേണോ? എന്തിനടാ? ആ നീപ്പോ അടുത്ത മാസം പോകുന്ന അനുവാദം വേണോ? വച്ചിട്ട് എല്ലാവിടെ കളിക്കലാടി. എന്താണ് അവന് അനുവാദം വേണമെന്ന്? അപ്പൊ എല്ലാവരും ചേർന്നുള്ള കളിയാണല്ലേ? അയ്യോ അല്ല, നമ്മളിപ്പോ ബാലുവിന്റെ അനുവാദം വാങ്ങാണ്ട് എവിടെയെങ്കിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ബാലു ഇവിടെ പഴയതുപോലെ കുടിച്ചു വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കൂലേ? വീട്ടിൽ പിന്നെയും ബഹളം അടിയും വഴക്കൊക്കെ ആവും. ഒന്ന് പെർമിഷൻ താ ബാലു, എനിക്ക് കല്യാണത്തിന് പോകണ്ടില്ലേ. പിന്നെ അതേപോലെ കള്ള കൂട്ടങ്ങളെ നിന്നെയൊക്കെ നല്ലതിന് വേണ്ടിയാണോ ഞാൻ പറഞ്ഞത്? ചോദിച്ചിട്ട് വാങ്ങുന്നു. അപ്പോൾ നീക്ക് എവിടെ പറഞ്ഞു? എനിക്കെന്ത് വൈകിട്ടാണെന്ന് നല്ല കാര്യം പറയുമ്പോൾ എല്ലാവരും തൊണ്ടി കൊല്ലാൻ തുടങ്ങി അമ്മ.